കാസർഗോഡ് കുമ്പള മൊഗ്രാലിൽ യുവാവിനെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയായ അബ്ദുൾ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. യുവതിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൊഗ്രാലിൽ യുവാവിനെ തടഞ്ഞു നിർത്തി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവിനെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കർണാടക ഹുബ്ലി സ്വദേശിയും വർഷങ്ങളായി മൊഗ്രാൽ കൊപ്പളത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ അബ്ദുൾ ഗഫൂറാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. പുലർച്ചെ 5:30 മണിയോടെ മൊഗ്രാൽ റെയിൽവേ അടിപ്പാതയിലാണ് സംഭവം. തേപ്പുമേസ്തിരിയായ അബ്ദുൾ ഗഫൂർ പതിവ് പോലെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി ദേശീയപാതയിലേക്ക് നടന്നു പോവുകയായിരുന്നു. റെയിൽവേ അടിപ്പാതയ്ക്ക് അടിയിൽ എത്തിയപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ പതിയിരുന്ന 4 അംഗ സംഘം ചാടി വീണ് തടഞ്ഞു നിർത്തി. ഇതിനിടയിൽ ഒരാൾ അബ്ദുൾ ഗഫൂറിന്റെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയും മറ്റൊരാൾ തീ കൊളുത്തുകയുമായിരുന്നു. തീ ആളിപ്പടർന്നതോടെ അബ്ദുൾ ഗഫൂറിനെ ഉപേക്ഷിച്ച് അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. യുവാവിന്റെ നിലവിളി കേട്ടെത്തിയ പരിസരവാസികൾ തീയണച്ച ശേഷം ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. അബ്ദുൾ ഗഫൂർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒരു പെണ്ണുങ്ങൾക്ക് 3000 രൂപ തരാനുണ്ടായ തമ്മിൽ കാട്ടി ഓരോ പൈസ എഞ്ചിനീയറോട് കിട്ടാതെ കൊണ്ട് ഞങ്ങൾ പയ്യെ തരാജില്ലോ നയിച്ചിക്കും തരാജില്ലോ. അപ്പൊ ആ പെണ്ണുങ്ങൾ എപ്പോ തരുന്നു ചെല്ലിട്ട് ബാങ്ക് നമ്പറിൽ പോലീസിനെ വിളിച്ചു. അപ്പൊ പോലീസ് പറഞ്ഞു 3000 രൂപ തരുന്നത് ഇത്ര ബാലൻസ് ഇത്ര ബാക്കി വെച്ചിനല്ലേ ഇത്ര ദിവസം പെൻഡിങ്ങിലെ അതിന്റെ 15000 രൂപ നിങ്ങൾ ബൈട്ട് ജാസ്തി കൊടുക്കാൻ വരുമോ? ശരി. അപ്പൊ ഞങ്ങൾ എന്തില്ലാത്ത ഒരാള് ആള് ഞങ്ങൾ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് അങ്ങനെ ജീവിക്കുന്നത്. അപ്പൊ ഓര് പറഞ്ഞു ഇങ്ങനെ കാര്യം ചെയ്യും, ഒരാഴ്ചയില് റിട്ടേണ് പൈസകള് എപ്പോ തരൂ? ശരി. അപ്പൊ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച തരാ പറഞ്ഞു. അപ്പൊ ഓര് അപ്പൊ അടുത്ത ശനിയാഴ്ച പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞു. ശരി. അപ്പൊ പെണ്ണുങ്ങൾ വിളിച്ച് ശരിട്ട് അമ്മ അതിന് പാപത്തിൽ പെണ്ണ് അങ്ങനെ ഇങ്ങനെ ശരിക്കും കൊറേ പറഞ്ഞോള്. പറഞ്ഞിട്ട് അമ്മ നിങ്ങൾ പൈസ തരാം ഞങ്ങൾ തിന്നുന്നില്ല. ശരിക്കും ഞങ്ങൾ വെച്ച ശരവണൻ, ലിംഗ, മേരി, കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് അബ്ദുൾ ഗഫൂർ പറഞ്ഞു. തേപ്പുമേസ്ത്രിയായ അബ്ദുൾ ഗഫൂർ സീതാങ്കുളിയിലെ ഒരു കെട്ടിടത്തിന്റെ തേപ്പു ജോലി ചെയ്ത വകയിൽ അക്രമി സംഘത്തിന് 3000 രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. ജോലി ഏൽപ്പിച്ച എഞ്ചിനീയർ 18000 രൂപ നൽകാനുണ്ട്. ഇത് കിട്ടിയാൽ കൊടുക്കാമെന്ന് തൊഴിലാളികളെ അറിയിച്ചിരുന്നതായും അബ്ദുൾ ഗഫൂർ പറഞ്ഞു. പോലീസുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അക്രമത്തിന് ഇരയായ അബ്ദുൾ ഗഫൂർ കൂട്ടിച്ചേർത്തു. അക്രമി സംഘത്തിനായി കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു. തളങ്കര മാലിക് ദിനാർ പള്ളിക്ക് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് മേരിയും മറ്റുള്ളവരും താമസം. പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.